അപ്പോൾ എല്ലാവർക്കും വില്ലേജ് ജീനിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾ കൂടിയിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. വേറൊന്നുമല്ല, കുറച്ച് പണിത്തിരക്ക് ഉണ്ടായിരുന്നു. നല്ല കാറ്റാണ് കേട്ടോ. ഡിസംബർ മാസത്തെ ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു മൂഡിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. വണ്ടിയുടെ വർക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കണം, ഏതാണ്ടൊക്കെ തീരാനായിട്ടുണ്ട്. കുറേ നാൾ കൂടിയിട്ടാണ് വണ്ടിയുടെ വർക്കൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എക്സാമിൻ്റെയും തിരക്കൊക്കെ ആയിപ്പോയി. വീഡിയോ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഒരു ഉറപ്പില്ല കേട്ടോ ഇനി. കാരണം വെച്ചാൽ ഇനി എക്സാമൊക്കെ അടുത്ത് വരുവാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാം. നമ്മളിവിടെ വണ്ടിയുടെ കുറച്ച് പണികൾ തീർത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ബാക്കിൽ ചാരിയിരിക്കാൻ വേണ്ടി ഒരു സീറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു സീറ്റ് വെച്ച് നമുക്ക് വണ്ടി മൊത്തത്തിൽ തന്നെ തള്ളിയെടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വണ്ടിക്ക് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുവാനും അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടൈം കളയണ്ട, നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വണ്ടിക്ക് കാർബറേറ്റർ മേടിക്കണം, ഫിൽറ്റർ മേടിക്കണം, കുറച്ച് പരിപാടിയുണ്ട്. കണ്ടേച്ച് വരാം. അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നമുക്കൊരു സാധനം വന്നിട്ടുണ്ട്. നമ്മൾ തപ്പി നടന്ന സാധനമാണ് നമ്മൾ ട്രൈക്കിന് നമ്മൾ ഉണ്ടാക്കിയ ഫിൽറ്റർ കണ്ടല്ലോ, അത് അടിച്ച് ഊരി വെച്ച്. കാരണം എന്താ പറയുക, അതിൻ്റെ പെർഫോമൻസ് പോരാ. നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കണം, ആ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഫിൽറ്ററിന് വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമ്മൾ വേറെ ചെറിയൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ഫിൽറ്റർ. കോൺ ഫിൽറ്ററാണ്. സൗണ്ട് ഉണ്ടാവും. പിന്നെ മൈലേജിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, മൈലേജും പവറൊക്കെ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫിൽറ്റർ. പൾസർ 150യുടെ തന്നെ ഫിൽറ്ററാണ്. 180ക്കും ഇത് സൂട്ടാവും. 150ക്കും 180ക്കും ഒരുപെട്ട ആ ഒരു മോഡൽ വരുന്ന, അതായത് നമ്മുടെ ഈ എന്താ പറയുക, എച്ച് കാർബറേറ്റർ ഇല്ലേ, പിൻ കാർബറേറ്റർ എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ലിസ്റ്റ് വരുന്ന, അത് എന്താ പറയുക, ബട്ടർഫ്ലൈ വാൽവ് വരുന്ന എല്ലാ കാർബറേറ്ററിനും ഈ ഒരു ടൈപ്പൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. നമ്മളിത് വെച്ചിട്ട് നമ്മളൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് കാർബറേറ്റർ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം 2000 രൂപയുടെ അടുത്തായിട്ടുണ്ട് കാർബറേറ്ററിന്. പിന്നെ ആക്സിലേറ്റർ കേബിളിന് 100 രൂപയാണ്. ഡിസ്കവർ 100ൻ്റെ കാർബറേറ്ററാണ്. 100ൻ്റെ ആക്സിലേറ്റർ കേബിളാണ്. 150യുടെ കാർബറേറ്ററും കുഴപ്പമില്ല, എല്ലാം പ്രോപ്പർലി സൂട്ടാവുന്നതാണ്. കാരണം നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അൺകവർ ചെയ്ത് കാണിച്ചു തരാം. നല്ല ഒരു കാർബറേറ്റർ, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. സാധാരണ വരുന്ന ഓട്ടോ ചൊക്കും കാര്യങ്ങളൊക്കെ ഉള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി, നമ്മളിത് വണ്ടിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോകണം. ഈ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ. ഫിൽറ്റർ അല്പം ലൂസാണ്. നമ്മളത് ഒരു വാഷറിട്ട് ടൈറ്റ് ചെയ്ത് റെഡിയാക്കാൻ പോവാണ്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അപ്പം അതാണ് ഇനി അടുത്ത പരിപാടി. ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കേബിളിനുള്ള ജോയിസ്റ്റിക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ കടിച്ച് വലിക്കുന്നത്. പിന്നെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് വണ്ടി റൺ ചെയ്യുമ്പം ചെയിൻ തെറ്റിപ്പോകുന്നുണ്ട്. ചെയിൻ ലൂസാണ്, അതുകൊണ്ടാണ് കറക്റ്റ് ചെയിൻ റേഷ്യോ അല്ല. കാരണം ചെയിൻ നല്ല നീളത്തിലായിരിക്കുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് കേട്ടോ. Gives me feelings I don't understand. You do this thing when you're biting your lip. It's driving me crazy just looking at it. You know me better than I know myself. I don't wanna live in a world without you. You do this thing when I'm talking to you, like everything freezes and it's just you. You do this thing when I'm talking to you, like everything freezes and it's. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് അതിനൊരു ചെയിൻ ടൈറ്റ് ആക്കാനുള്ള സെക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം നമ്മളതിൽ വീല് കൊടുക്കാൻ പോകണം. അപ്പോൾ പൽച്ചക്രം വെച്ച് നമ്മളൊന്ന് വെൽഡ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക.
We'll be driving down the state, yeah. Looking around for the next crowd, yeah. Going our own way, trying to find a new route, yeah. We'll be going in circles, trying to find a way, searching for the things we do, yeah. Drop top without a. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേസിൽ വെൽഡിങ് കംപ്ലീറ്റ് ആക്കാനുള്ളതും പിന്നെ നമുക്ക് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാമ്പ് കൊടുക്കേണ്ടതായ പീസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വെൽഡ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പോയിലർ, സീറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വെൽഡ് ചെയ്ത് വെക്കാനുണ്ട്. Wanna know all of you, growing old like a ghost, yeah. I wanna have kids of my own, yeah. Live a life till it's over, but until we do, it's sleeping sooner. ഹേ ഗൈസ്, വില്ലേജ് ജീനിയസ് ആട്ടോ. പിന്നെ വണ്ടിയുടെ വർക്ക് നൈറ്റ് ഇപ്പം ഏകദേശം 10-12 മണിയായെന്ന് തോന്നുന്നു. നമ്മൾ വെൽഡ് ചെയ്തിട്ട് കണ്ണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാ നമ്മുടെ ട്രൈക്കിൻ്റെ ബോഡി വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. വയറിംഗ് ഒക്കെ അലങ്കോലമാണ്, പക്ഷെ നമുക്കതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ട്രൈക്കിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. നമുക്കിനി സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ പതുക്കേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്കുകൾ ഇത്രേ ഉള്ളൂ. പിന്നെ വീഡിയോസൊക്കെ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത് ഫോക്കസ് ഔട്ടായോ, ഇല്ല, വീഡിയോസൊക്കെ ഡിലേ ആവും, ഒന്നും വിചാരിക്കരുത്. കാരണം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്റ്റഡീസും കൊണ്ടുപോകേണ്ട ടൈം കുറച്ച് കുറവാണ്. പിന്നെ ഫിനാൻഷ്യലി നമ്മൾ അല്പം ടൈറ്റാണ്. അപ്പോൾ ഇനി ബഡ്ജറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഒത്തു വന്ന് സമയ സാഹചര്യങ്ങളൊക്കെ ശരിയായാലും നമുക്കിനി വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും ആ ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇതുപോലെ തുടർന്നും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എന്നെ വിളിയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.